നൗലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ലീഗിനെതിരെ വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ. ഭരണത്തിലിരുന്നപ്പോൾ സാമൂഹിക നീതി നടപ്പാക്കിയോ എന്ന ആത്മപരിശോധന നടത്താൻ വെല്ലുവിളിക്കുന്നുവെന്നും വെള്ളാപ്പള്ളി. ലീഗിനും ലീഗ് നേതാക്കൾക്കും ദുഷ്ടലാക്കെന്നും വിമർശനം. ശബരിമല വിഷയത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്താനില്ല. മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് പറഞ്ഞത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും പ്രതികരണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CBI ആവശ്യമില്ലെന്ന് SIT. ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. മുഖ്യപ്രതികൾ അറസ്റ്റിലായെന്നും അന്വേഷണ സംഘം. ദൃശ്യവധക്കേസ് പ്രതി കുതിരവട്ടത്തു നിന്നും ചാടിയിട്ട് 4 ദിവസം. പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. പ്രതി സംസ്ഥാനം വിട്ടിട്ടില്ലെന്ന നിഗമനത്തിൽ ഉദ്യോഗസ്ഥർ. വിനീഷിനായി അന്വേഷണം തുടരുന്നു. വടക്കഞ്ചേരിയിൽ ലീഗ് സ്വതന്ത്രന്റെ വെളിപ്പെടുത്തൽ. വിജിലൻസിന് പരാതി നൽകിയ അനിൽ അക്കരെ. കൂറുമാറിയ EU ജാഫർ മുങ്ങി. എവിടെയെന്ന് അറിയില്ലെന്ന് വീട്ടുകാർ. ആരെയും ചാക്കിട്ട് പിടിക്കില്ലെന്ന് MV ഗോവിന്ദൻ. കേരളത്തിൽ സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. സ്വർണം ഗ്രാമിന് 105 രൂപ വർദ്ധിച്ച് 12,485 രൂപയായി. പവന് 840 രൂപ കൂടി 99,880 രൂപയിലുമെത്തി. വരും ദിവസങ്ങളിലും വില ഉയരാൻ സാധ്യതയെന്ന് വിലയിരുത്തൽ. സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭു ഓടിച്ച കാറിടിച്ചു പരിക്കേറ്റയാൾ മരിച്ചു. തമിഴ്നാട് സ്വദേശിയായ ലോട്ടറി വിൽപ്പനക്കാരൻ തങ്കരാജാണ് മരിച്ചത്. നടനെതിരെ കൂടുതൽ നടപടിക്ക് സാധ്യത. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയ ദൃശ്യക്കൊലക്കേസ് പ്രതി വിനീഷ് വിനോദിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഇതിനു പുറമെ സിറ്റി പോലീസ് കമ്മീഷണറുടെയും ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെയും നേതൃത്വത്തിലുള്ള ക്രൈം സ്ക്വാഡും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജോഷി TV ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജോഷി, ഇയാൾ പുറത്തേക്ക് പോയിട്ട് 4 ദിവസം പിന്നിട്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അന്വേഷണ സംഘത്തിന് ഇതുവരെയും ഒരു സൂചന ലഭിച്ചിട്ടില്ല എന്നാണോ? അവണി ഏതാണ്ട് ആ രീതിയിൽ തന്നെ പറയേണ്ടി വരും. പോലീസ് അരിച്ചു പെറുക്കുന്നുണ്ട്. കൃത്യമായ അന്വേഷണം ശാസ്ത്രീയമായ രീതിയിലും മറ്റും നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഒരു കൊലക്കേസ് പ്രതി തടവ് ചാടിയിട്ട് ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയിട്ട് കണ്ടെത്താനായിട്ടില്ല എന്ന് പറയുമ്പോൾ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി അല്ലെങ്കിൽ ഒരു തുമ്പൊന്നും ലഭിക്കാത്ത ഒരു സാഹചര്യം തന്നെ ആണ് എന്ന് പറയേണ്ടി വരും. ഈ വിനീഷിനെ കുതിരവട്ടത്തിൽ ചാടിപ്പോയതിനു ശേഷം വിനീഷിനെ കണ്ടെത്താൻ അതിന് തൊട്ട് പിന്നാലെ തന്നെ അന്വേഷണം ആരംഭിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഇതിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിലൊക്കെ CCTV ഒക്കെ പരിശോധിക്കുകയും ചെയ്തു. അതിലൊന്നും കാര്യമായ ഫലമുണ്ടായിട്ടില്ല. തുടർന്ന് കൂടുതൽ അന്വേഷണത്തിനായി മറ്റ് സ്റ്റേഷനുകളിലേക്കൊക്കെ വിവരം അറിയിച്ചുകൊണ്ടുള്ള വ്യാപക രീതിയിലുള്ള അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. എന്നാലും എവിടെയാണ് ഇയാൾ ഉള്ളത് എന്ന് സംബന്ധിച്ച ഒരു കൃത്യമായ ഒരു സൂചന പോലീസിന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ പറയാൻ. ഇയാളുടെ പറഞ്ഞോളൂ. വിനീഷിന്റെ വീടും അടക്കമുള്ള കേന്ദ്രങ്ങളിലൊക്കെ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇയാൾ പോകാൻ സാഹചര്യമുള്ള സ്ഥലങ്ങളിലെല്ലാം പോലീസ് അരിച്ചുപെറുക്കി ഇയാളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ശേഖരിച്ചു. ഇയാൾ സംസ്ഥാനം വിട്ടുപോയിട്ടില്ല എന്ന ഒരു സൂചന പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇയാൾക്ക് പുറത്തുനിന്ന് എവിടെയെങ്കിലും സഹായം ലഭിച്ചതായും ഒരു വിവരം പോലീസിന് ഇതുവരെയുള്ള അന്വേഷണത്തിൽ ലഭിച്ചിട്ടില്ല. ഇയാൾക്ക് അതുകൊണ്ട് തന്നെ ഇയാൾ സംസ്ഥാനം വിടാൻ ഉള്ള സാധ്യത പോലീസ് ഈ ഘട്ടത്തിൽ സംശയിക്കുന്നില്ല. ഇയാൾ കേരളത്തിൽ തന്നെ ഉണ്ടാകും എന്ന ഒരു വിലയിരുത്തലിന്റെ രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്.
ഇയാളെ ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് എന്നാണ് കൊണ്ടുവരുന്നത്? ജോഷി കേൾക്കുന്നുണ്ടോ? കേൾക്കാം, അവന് ചോദിച്ചു. അതായത് ഇയാളെ ഈ വിനീഷിനെ എന്നാണ് ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നതെന്നാണ്? ഏതാണ്ട് ഡിസംബർ 10-ാം തീയതിയോട് കൂടിയാണ് വിനീഷ് ഇവിടെ ചികിത്സക്കായി കണ്ണൂരിൽ വിചാരണ തടവുകാരനായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയവേ ഈ മാനസികമായ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഡിസംബർ 10-നാണ് ഇയാൾ ഇവിടെ എത്തിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയാണ് ഇയാൾ ഇവിടെ നിന്നും കടന്നു കളഞ്ഞത്. ഈ കണ്ണൂർ ജയിലിൽ നിന്ന് നേരത്തെയും ഇയാളെ ഈ കുതിരവട്ടത്ത് ചികിത്സയ്ക്ക് ആയി എത്തിച്ചിരുന്നു. 2 വർഷം മുമ്പാണത്. ഇതിനു മുൻപ് ഇത് 2-ാം തവണയല്ലേ ഈ വിനീഷ് രക്ഷപ്പെട്ടു പോകുന്നത്? തീർച്ചയായും ഇത് 2-ാം തവണയാണ്. വിനീഷ് അന്നും അത്തരമൊരു ശ്രമം നടത്തിയെങ്കിലും അത് പെട്ടെന്ന് തന്നെ അന്ന് കണ്ടെത്താൻ സാധിച്ചു. ഈ പോലീസ് ഇപ്പോൾ ദൃശ്യയുടെ അമ്മ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ പ്രതിയെ, ഈ വിനീഷിനെ ഇതിനു മുൻപും ഇത്തരത്തിൽ ചാടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ പ്രശ്നം തന്നെയല്ലേ ഇവിടെ നമുക്ക് കാണിക്കേണ്ടതുള്ളത്? കാരണം ഒരു തവണ ഇതിനു മുൻപും ചാടിപ്പോയൊരു പ്രതിയെ വീണ്ടും ഇത്തരത്തിൽ ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കൊക്കെ കൊണ്ടുവരുമ്പോൾ ആ രീതിയിലുള്ളൊരു സംരക്ഷണം നൽകേണ്ടിയിരുന്നില്ലേ? ഹലോ ദീപ, കേൾക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അനാവസ്ഥ തന്നെയാണ് മാഡം. കാരണം ആദ്യം ഇതിന് 3-ാമത്തെ പ്രാവശ്യമാണ് വിനീഷ് ജയിലിൽ ചാടുന്നത്. 1-ാമത്തെ 2-ാമത്തെ പ്രാവശ്യം 3 പ്രാവശ്യം 3-ാമത്തെ പ്രാവശ്യമാണിത്. ഇപ്രാവശ്യം ചാടിയിട്ട് 5 ദിവസം ആവാനായി. ഇത്രയും ദിവസമായിട്ട് ഒരു വിവരം എന്ന് പറഞ്ഞാല് അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്ത് ചോദിച്ചാലും പ്രത്യേകിച്ച് ഒരു മറുപടി കിട്ടണില്ല. ഞങ്ങളാണെങ്കിൽ ആകെ ഭയന്നിരിക്കാന്ന് പറഞ്ഞാൽ ഇവനെ എവിടെ എങ്ങനെ വരുന്നോ എങ്ങനെ പ്രതികരിക്കുന്നോ ഒന്നും അറിയാത്തൊരവസ്ഥയിലാണ്. കാരണം ഇപ്പൊ ഞങ്ങളെ ജീവിതമാണ് ആകെ താറുമാറായത്. വളരെ വലിയൊരു ദുരന്തത്തിൽ കൂടി കടന്നു പോണ ഒരു കുടുംബം എന്റേത്. പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പേടി, അകത്ത് നിൽക്കാനും പേടി, എല്ലാതും പേടിയുള്ളൊരവസ്ഥ. എന്റെ കാര്യം, എന്റെ മോളെ കാര്യമാണ് അതിലേറെ കഷ്ടം. ഞങ്ങൾ എന്താ ചെയ്യുക? സത്യത്തിൽ ഇപ്പൊ ഞങ്ങളാണ് ശിക്ഷിക്കപ്പെടുന്നത്. അതാണ് ഇപ്പത്തെ അവസ്ഥ. അതെ, ഇപ്പോൾ ഈ അധികൃതർ എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് വേണ്ട ഒരു സുരക്ഷയെങ്കിലും ഒരുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സുരക്ഷ ഒരുക്കുന്നുണ്ട്. പോലീസ് വീട്ടിലും കടയിലാണ് ഷോപ്പിലാണെങ്കിൽ എല്ലാത്തിനും ഒരു സുരക്ഷ ഉണ്ട്. പക്ഷെ മാഡം ഇതിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞങ്ങളൊരവസ്ഥ ഏത് വഴിക്കൂടെ പോണത്? എന്റെ മകളെ ഇത്രയും ക്രൂരായിട്ട് കൊല്ലപ്പെട്ടു. ആ കൊന്ന പ്രതി സുഖമായിട്ട് ഇപ്പൊ പുറത്തു കൂടെ ഇറങ്ങി നടക്കണു. അപ്പൊ പിന്നെ നമ്മൾ എന്തിൽ വിശ്വസിക്കും? ഇത്രയും എന്താ പറയാ ഇത് കൂടി പോണൊരു ഇത്രയും ദുഃഖകര സാഹചര്യത്തിൽ കൂടി കടന്നു പോണ ഒരു കുടുംബം എന്റേത്. അന്ന് തുടങ്ങിയ ദുരന്ത, അതിനുശേഷം മോളുടെ അച്ഛല്ല. ഇപ്പൊ ഞാൻ ഈ ചെറിയ മോള് മാത്രമാണുള്ളത്. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞാനാണെങ്കിൽ ഒരു പ്രശ്നത്തിനും പോവാതെ ഒതുങ്ങി ജീവിക്കുന്ന ടൈപ്പാണ് ഞങ്ങളെല്ലാവരും. അപ്പൊ ഞാനിപ്പോ ഒരു ബിസിനസ്സും കൊണ്ട് നടക്കുന്നത്. എനിക്ക് ഈ ബിസിനസ് നടത്തി പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനം ഇല്ലെങ്കിൽ ഉള്ളതും കൊണ്ട് നടക്കണ്ടേ? പക്ഷെ ഇവൻ പുറത്തിറങ്ങി നടക്കുമ്പോ ഞങ്ങളെങ്ങനെ സുരക്ഷിതരായിട്ട് പുറത്തിറങ്ങി നടക്കും? എന്റെ കുട്ടി എങ്ങനെ ഞാൻ പഠിപ്പിക്കും? കോളേജിൽ പോണ്ടേ? എത്ര ദിവസം പോലും പോലീസ് പ്രൊട്ടക്ഷനിൽ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് എത്ര കാലം മനസമാധാനത്തിൽ കഴിയാൻ പറ്റും? എങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോവാ? ഞങ്ങൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടിപ്പോ ശിക്ഷിക്കപ്പെടുന്ന ഞങ്ങളല്ലേ? അവന്റെ കുടുംബത്തിന് വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. അവര് സുഖമായിട്ട് ജീവിക്കുന്നു. ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റാതെയും മറ്റുള്ളത് ചെയ്യാൻ പറ്റാതെ പേടിച്ച് ജീവിക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തത്? തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അധികൃതർ എന്താണ് പറയുന്നത്? ഇയാളെ ഇപ്പോഴും ട്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണോ? ഒരു CCTV ഫുട്ടേജ് പോലും കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ പിന്നെ ഇവൻ എങ്ങോട്ട് പോയി? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും സംവിധാനങ്ങളും ഇത്രയും പോലീസ് ഫോഴ്സും നമ്മളെ കേരളത്തിലുണ്ടായിട്ട് ഒരു പ്രതി ചാടി പോയിട്ട് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു സൂചന തരാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആ സിസ്റ്റത്തിനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ഈ ചാടിപ്പോയ വിനീഷ് അവരുടെ വീട്ടിലേക്കും പോയിട്ടില്ലെന്നാണ് മനസ്സിലാക്കേണ്ടതല്ലേ? അധികൃതർ അങ്ങനെ ഒരു സൂചന തന്നിട്ടില്ല. അവന്റെ വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഷോപ്പിന് അടുത്ത് ബന്ധിച്ചിട്ട് തന്നെയാണ്. അവൻ ഈ നാട്ടുകാരൻ തന്നെയല്ലേ? അങ്ങനെ അവൻ ഈ ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പൊ വെക്കേഷൻ സമയമാണ്. ഈ 5-ാം തീയതി കോളേജ് തുറക്കും. ഞാൻ എന്റെ കുട്ടീനെ എന്ത് വിശ്വസിച്ചിട്ടാണ് കോളേജിൽ വിടുക?
പിന്നെ പോലീസ് പ്രൊട്ടക്ഷനിൽ ഒരു കുട്ടി പോവാന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു മാനസിക, ആ കുട്ടി നടന്നു വന്ന വഴികൾ അത്രയും ദുർഘടമാണ്. 13 വയസ്സിൽ തുടങ്ങിയത് അവളെ ഈ പ്രശ്നങ്ങളും ഈ ദുരന്തങ്ങളും ഈ കുടുംബത്തില്. അവൻ കാരണം ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളാണ്. അതൊന്ന് അതിജീവിച്ച് വരുമ്പോൾ ഓരോ പ്രാവശ്യം 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് 2ാമത്തെ ചാട്ടം. അപ്പൊ അന്ന് അവളും അനുഭവിച്ചൊരു പ്രശ്നങ്ങള് എത്ര ഞങ്ങൾ ആശ്വസിപ്പിച്ചാലും അത്ര പോകുന്ന ഒരു കുട്ടി എങ്ങനെ അവന്റെ കത്തിത്തുമ്പത്തുനിന്ന് ഒരു ചെറിയൊരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് അവള്. എന്നിട്ട് ഇപ്പൊ അത് ഞങ്ങൾ ഒരു വിധം നോർമലാക്കി വരുമ്പോ അതേ അടുത്തത് അവനൊരുമാതിരി പരോളിൽ ഇറങ്ങി വരുന്ന പോലെയല്ലേ ഇപ്പൊ ഈ വരുന്നത്. അവനെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് മാഡം. ഈ ജയിലിൽ നിന്നാണെങ്കിൽ അവൻ ഇത്ര ഈസി ആയിട്ട് ഇറങ്ങാൻ പറ്റില്ല എന്ന് അവനറിയാം. അപ്പൊ അവൻ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നു. അധികൃതരെ അവൻ അവിടെ കൊണ്ടുപോയി സൗകര്യത്തിന് കൊണ്ടുപോയിട്ട പോലെ ഇപ്പൊ അത് അവൻ ചാടി പോയി എന്ന് പറയുന്നത് കൃത്യമായൊരു സമയം അറിയില്ല. ഞങ്ങളെ വിവരം അറിയുമ്പോ 2 മണിയാണ്. അതിന്റെ എത്രയോ മുന്നേ അവൻ ഞാൻ അന്ന് ഇവിടുന്ന് ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്നത് 9 മണിക്കാണ്. അപ്പൊ അവന് അവിടുന്ന് ഇവിടത്തുള്ള സമയം കിട്ടിയില്ലേ? അന്നെങ്കിൽ ആ ഇറങ്ങി അവനെ കാണാനില്ല എന്നുള്ള സമയത്തെങ്കിലും അവരൊന്ന് വിവരം തരണ്ടേ? അതുമില്ല. അപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ മാനസിക പ്രശ്നത്തിന് ആര് സമാധാനം പറയും? എന്റെ കുട്ടി അനുഭവിക്കുന്നു. ഞാനും എന്റെ കുട്ടി ചെയ്ത തെറ്റെന്താ? ഞങ്ങൾക്ക് ആകെയുള്ള ആശ്രയം എന്റെ ഭർത്താവായിരുന്നു. ഭർത്താവ് മരിച്ചു. ഈ ഒരു പെൺകുട്ടീനെ വെച്ച് ഞാൻ എങ്ങനെ ജീവിക്കും ഇവിടെ? എന്ത് സുരക്ഷ ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്? പോലീസ് പ്രൊട്ടക്ഷൻ തീർച്ചയായിട്ടും അവർ ഞങ്ങളെ ഇപ്പൊ നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. വീട്ടിലാണെങ്കിലും കടയിലാണെങ്കിലും ഒക്കെ ഉണ്ട്. പക്ഷെ അവരെ സംരക്ഷണത്തിൽ നിൽക്കണം ഞങ്ങളെ മാനസിക ബുദ്ധിമുട്ട്. എന്തൊക്കെ പറഞ്ഞാലും 3-4 പോലീസിന്റെ ഇടയിൽ ഞങ്ങൾ ജീവിച്ചു പോകുന്ന പറയുമ്പോൾ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്ത് ഞങ്ങൾക്ക് ഞങ്ങളെ ഫ്രീഡത്തിന് ജീവിക്കാനുള്ള അവകാശം പോലും ഇവിടെ ഇല്ലാതെയാണ്. ഒരു പ്രതിക്ക് വേണ്ടി ഇത്രയും ക്രൂരനായ ഒരു പ്രതിനെ ഇത്രയും ഈസി ആയിട്ട് അവർ കൈകാര്യം ചെയ്തപ്പോഴോ? കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെയല്ലേ അവൻ ചാടിപ്പോയത്. അതാ അവർ അനാസ്ഥയാണ്. ഒരു പ്രാവശ്യം പറ്റി, അതിന്റെ മുന്നേ ഒരു പ്രാവശ്യം പറ്റി. എന്നിട്ടും അവർ ഇത്ര അവനെ അനാസ്ഥയോട് കൂടി അവനെ ഒരുമാതിരി അഴിച്ചിട്ട് വിട്ടതുപോലെയല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന്. ഞാനും എന്റെ മോള് എന്താ തെറ്റാ ഇവിടെ ചെയ്യുന്നത്? ഞങ്ങൾ മര്യാദയ്ക്ക് എല്ലാതും ചെയ്ത് ഗവൺമെന്റ് പറയുന്ന എല്ലാ ഇതു കൂടിയാണ് ഞങ്ങൾ പോണത്. ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. എന്നിട്ട് ഞങ്ങളാണിപ്പോ എല്ലാ ഇതിലും ഞങ്ങളാണിപ്പോ വീടിന്റെ ഉള്ളിലാണെങ്കിലും കടേന്റെ ഉള്ളിലാണെങ്കിലും ഒക്കെ ഞങ്ങളാണിപ്പോ ആകെപ്പെട്ടിരിക്കുന്നത്. അവൻ സുഖമായിട്ട് പുറത്തു കൂടി ഇറങ്ങി നടക്കണം. 3-4 ദിവസമായില്ലേ ഒരു വിവരമില്ല ഇതുവരെ. ഞങ്ങൾ എന്താ ചെയ്യാ? ഞങ്ങൾ ആരോട് പറയും? ശരി, നിങ്ങളുടെ ആശങ്ക മനസ്സിലാകുന്നുണ്ട്. വളരെയധികം നന്ദി ശ്രീമതി ദീപ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇതിനു മുൻപും സമാന രീതിയിൽ ചാടിപ്പോയൊരു പ്രതിയാണ് വിനീഷ്, ദൃശ്യവധക്കേസിലെ പ്രതി. ഇയാളെ ഇപ്പോഴും കണ്ടെത്താനാകുന്നില്ല എന്ന് പറയുന്നത് ഇവരെ ഈ ദൃശ്യയുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആഘാതം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ആശങ്ക നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിനു മുൻപും ഇത്തരത്തിൽ പ്രതി പലതവണ ചാടിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ റിട്ടയർഡ് SP ആയ ശ്രീ KM ആന്റണി കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ KM ആന്റണി, ഈ പ്രതി ഈ വിനീഷ്, ഇപ്പോൾ ചാടിപ്പോയിട്ടുള്ള വിനീഷ് എന്ന് പറയുന്നത് ഇതിനു മുൻപും സമാനമായ രീതിയിൽ നിരവധി തവണ ചാടിപ്പോയിട്ടുണ്ട്. 1-2 തവണയൊക്കെ ചാടിപ്പോയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. ആ രീതിക്ക് നോക്കുമ്പോൾ ഇത് 3-ാം തവണയാണ് ഇയാൾ വീണ്ടും ഈ ചാടിപ്പോകുന്നത്, ഈ സംരക്ഷണത്തിൽ നിന്നും ചാടിപ്പോകുന്നത് അല്ലെങ്കിൽ ഈ തടവിൽ നിന്നും ചാടിപ്പോകുന്നത്. എങ്ങനെയാണ് ഇത്രയും ഒരു അനാസ്ഥ വരുന്നത്? ഇതിനു മുൻപും സമാന സ്വഭാവം കാണിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അയാളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ലേ? തീർച്ചയായിട്ടും. അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഇത് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ കേരളത്തില് ഈ കൊലപാതകങ്ങൾ, നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു അത് എണ്ണത്തിൽ കൂടി വരികയാണെന്ന് തോന്നുന്നു. കാരണം അതിൽ ഏറ്റവും ദയനീയവും അതുപോലെ തന്നെ ഭയാനകവുമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഈ പെരിന്തൽമണ്ണയിലെ 21 വയസ്സുള്ള ദൃശ്യ എന്ന പെൺകുട്ടിയെ പിന്നാലെ നടന്ന് പ്രണയാഭ്യർത്ഥന നടത്തി. അത് നിഷേധിച്ചതിന്റെ പേരില് ഈ കഴിഞ്ഞ 2021 ജൂൺ 17-ാം തീയതി അവരുടെ അച്ഛനൊരു ചെറിയ കട നടത്തുന്നുണ്ട്. ആ കടയിൽ കടയിൽ തീയിട്ട് അത് നാശനഷ്ടപ്പെടുത്തി അവിടെ നിന്ന് അടുത്തുള്ള വീട്ടിലേക്ക് വന്ന് വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഈ ദൃശ്യയെയും കുത്തിക്കൊലപ്പെടുത്തുക ചെയ്തു. അതുപോലെ തന്നെ അതിന്റെ ഇളയ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ കുട്ടിയെയും കുട്ടി പരിക്കേൽപ്പിച്ചു. അതും വളരെ ഗുരുതരമായുള്ള പരിക്കാണ്. ആ കുട്ടിയുടെ അമ്മയാണ് ഇപ്പൊ സംസാരിച്ചത്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഈ നിയമ അല്ലെങ്കിൽ നീതി നിർവഹണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ജയിലും മറ്റുമൊക്കെ എത്രമാത്രം അതിൽ സുരക്ഷിതമാണ്. അല്ലെങ്കിൽ അവിടെ നിന്ന് ഇയാള് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കുതിരവട്ടത്തേക്ക് കൊണ്ടുവന്നിരുന്നു. അയാളെ ഇക്കഴിഞ്ഞ ഡിസംബർ 12-ാം തീയതി കോടതിയുടെ ഉത്തരവും പ്രകാരം കൊണ്ടുവന്നു കഴിഞ്ഞ് അത് അയാൾ അവിടെ കിടക്കുകയും അതുപോലെ തന്നെ 29-ാം തീയതി രാത്രി 9 മണിക്ക് ശേഷം അയാൾ അവിടെ നിന്ന്
ശുചിമുറിയുടെ ഭിത്തി തുറന്ന് പുറത്ത് ചാടി മതിലും കടന്നു പോവുകയാണ് ചെയ്തത്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇതിനു മുമ്പും 2014 ഓഗസ്റ്റ് 15 ഇതേ രീതിയിൽ തന്നെ അതേ ആശുപത്രിയിൽ നിന്ന് പുറത്തു ചാടിപ്പോയ ഒരു സംഭവം കൂടിയുണ്ട്. അപ്പം അയാളെ അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷമാണ് കർണാടകത്തിലെ ധർമ്മസ്ഥലയിൽ നിന്ന് പോലീസ് പിടികൂടുവാക്കിയത്. അപ്പൊ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? കാരണം മാനസിക രോഗമുള്ള രോഗികളെന്ന് പറഞ്ഞാൽ രോഗികളല്ല, ഇവര് കുറ്റവാളികളാണ്, തടവുകാരാണ്, കൊലപാതകികളാണ്. ഇവരെ സൂക്ഷിക്കാനുള്ള സംവിധാനം ഈ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഉണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ അതിനുള്ള സുരക്ഷ അവിടെ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കേരളത്തിലെ ഓരോ പെൺകുട്ടികളുള്ള അമ്മമാർക്കും ആ അമ്മയുടെ വേദന ഉൾക്കൊള്ളും, അല്ലെങ്കിൽ ആ രീതിയിൽ ഭയത്തിലാണ് കഴിക്കുന്നത്. ഞാനവർ ആ അമ്മയുടെ വിഷമം, ആ അമ്മയും അതുപോലെ തന്നെ അവരുടെ ഭർത്താവ്, അതായത് ഈ ഋഷിയുടെ അച്ഛൻ 2 മാസം മുമ്പ് മരിച്ചുപോയി. ആ ഇളയ പെൺകുട്ടിയും പിന്നെ പ്രായമായ അച്ഛനും അമ്മയുമാണ് ആ വീട്ടിലുള്ളത്. ഇങ്ങനെയുള്ള അവൻ ഈ കുടുംബം മൊത്തം ഞാൻ തകർത്ത് കളയും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. അങ്ങനെ ഒരാൾ ജയിലിൽ നിന്നോ അല്ലെങ്കിൽ മാനസികാരോഗ്യ ശാലയിൽ നിന്നോ ചാടി വരുന്നുള്ള ഒരവസ്ഥയിൽ ഇവർക്ക് എങ്ങനെ കിടന്നുറങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ്. 29-ാം തീയതി രാത്രി പോലീസ് അറിയിക്കുമ്പോഴാണ് ഇയാൾ ചാടിപ്പോയ വിവരം ഇവരറിയുന്നത്. അതിനുശേഷം അവർ ഉറങ്ങിക്കാണില്ല. എന്റെ ഒരു ബോധ്യം അതാണ്, അങ്ങനെയാണ് തോന്നുന്നത്. അതിനുശേഷം പോലീസ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം, അവർക്ക് അവിടെ കാവൽ ഏർപ്പെടുത്തണം. അവരുടെ നീതിനിർവഹണത്തിൽ ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. കാരണം സംവിധാനത്തിന്റെ പരാജയം സംഭവിച്ചു കുറ്റവാളി രക്ഷപ്പെട്ടു പോരുകയാണെങ്കിൽ അയാൾക്ക് വീണ്ടും വൈരാഗ്യമുണ്ട്. പ്രത്യേകിച്ചും ഇയാൾക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നങ്ങൾ ഉള്ള ആളെന്ന് പറയുമ്പോൾ അയാൾ എന്ത് ചെയ്യാൻ മടിക്കില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പം ആ അധികാരികൾ അതിന്റെ സുരക്ഷിതത്വം അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വം, അവരുടെ ജീവന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട്. ഈ ആശുപത്രി എന്ന് പറയുന്നത് 1872 ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്ഥാപിച്ചിട്ടുള്ള ഒരു ആശുപത്രിയാണ്. ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, കാടും പടലുമൊക്കെ പിടിച്ചു കിടക്കുന്ന വിജനമായിട്ടുള്ള സ്ഥലമാണ്. ആ ആശുപത്രിയുടെ മുൻവശത്ത് ഒരു പൂന്തോട്ടം ഉണ്ടെങ്കിലും ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് അതിനകത്തുള്ളത്. അതിൽ 400ഓളം അന്തേവാസികളുണ്ട്. അത് കൊലപാതകികളുണ്ട്, കവർച്ചക്കാരുണ്ട്, ബലാത്സംഗക്കാരുണ്ട്, സാമൂഹ്യ വിരുദ്ധരുണ്ട്. ഇവരെല്ലാം മാനസിക രോഗ ചികിത്സയുള്ള ആളുകളും മറ്റ് അന്തേവാസികളും അവിടെ ഉള്ളതാണ്. അതിനാകെയുള്ള സുരക്ഷാ ജീവനക്കാരെന്ന് പറയുന്നത് വെറും 5 പേര് മാത്രമാണ്. ഈ അടുത്ത നാൾ വരെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ 20ഓളം താൽക്കാലിക ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ശമ്പളം കിട്ടാതെ വന്നപ്പോൾ അവരെ കൊടുക്കാതെ വന്നപ്പോൾ അവരെ പിരിച്ചുവിടുകയാണ് ചെയ്തത്. അപ്പൊ ഈ 400 പേരെ നിയന്ത്രിക്കാനായിട്ട് വെറും 5 പേര് മാത്രമെന്നുള്ളത് എങ്ങനെയാണ് അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നേയില്ല. അതിനോടൊപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ CCTVയോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ല. 2014 മലപ്പുറം സ്വദേശിയായ ഒരാളെ ഒരു അന്തേവാസിയെ വേറൊരാൾ കഴുത്തിരിച്ചു കൊന്നിട്ടുണ്ട്, അവിടെ തന്നെയുള്ള ഒരു അന്തേവാസി. അതിനുശേഷവും സമാന സ്വഭാവത്തിലുള്ള ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, കൊലപാതകം ഉൾപ്പെടെ. അപ്പൊ അതുപോലെ തന്നെ അവിടുന്ന് ചാടി പോവുകയും ചെയ്തിട്ടുണ്ട് പലരും. അപ്പം നമ്മൾ ഇതിലെ ചേർത്ത് വായിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സുരക്ഷിതത്വം ഒട്ടും തന്നെ ഇല്ലാത്ത ആശുപത്രികളിലേക്ക് ഇങ്ങനെയുള്ള തടവുകാരെ, അതായത് ഫോറൻസിക് വാർഡ് എന്നാണ് പറയുന്നത്, അവിടെ ശരിയായ രീതിയിലുള്ള സുരക്ഷിതത്വം അവർ പുറത്ത് ചാടാതെയും രക്ഷപ്പെടാതെയും ഇല്ല എങ്കിൽ അത് വലിയൊരു പരാജയമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇതിപ്പം സ്ഥാപനത്തിന്റെ ആണോ സംവിധാനത്തിന്റെ ആണോ പരാജയം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. കാരണം ഇത് വലിയ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അത് ഈ കുടുംബത്തിന് മാത്രമല്ല, ഇതേ രീതിയിലുള്ള വൈകൃതമുള്ള ആളുകൾ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആർക്കും എന്ത് സംഭവിക്കാം. ഏത് വീട്ടിലും ഏത് പെൺകുട്ടികളോടും ഏത് രീതിയിലും പെരുമാറാം, അല്ലെങ്കിൽ ഏത് കൊലപാതകവും ചെയ്യാം. അപ്പോൾ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണിത്. ഇത് തീർച്ചയായിട്ടും അധികാരികൾ ഇതിൽ അടിയന്തരമായി ശ്രദ്ധ പതിപ്പിക്കുകയും ഈ ആശുപത്രി മാത്രമല്ല, കുതിരവട്ടം മാത്രമല്ല, ഊളംപാറയും അതുപോലെ തന്നെ തൃശ്ശൂരിലുള്ള വെസ്റ്റ് ഫോർട്ടിലുള്ള മെന്റൽ ആശുപത്രി ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളാണ്. അവിടെയൊക്കെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. പ്രത്യേകിച്ചും ഈ തടവുകാരെ, കുറ്റവാളികളെ, അങ്ങനെയുള്ള ആളുകൾ വരുമ്പം അവരെ പ്രത്യേക സെല്ലിൽ സൂക്ഷിക്കുകയും അതിന് പ്രത്യേക കാവൽ ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. അതാണ് ഈ അധികാരികൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മാധ്യമങ്ങൾ ഇത് കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള പ്രാധാന്യം കൊടുത്തു തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്റെ അഭിപ്രായം ഈ സുരക്ഷിതത്വം അല്ലെങ്കിൽ ഇവരുടെ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നുള്ളത് തന്നെയാണ്. കാരണം ഇവർ മാനസിക രോഗികളാണ്, അതോടൊപ്പം തന്നെ ക്രിമിനൽ വാസത്തിലുള്ള കൊടും കുറ്റവാളികളുമാണ്. അപ്പോൾ അത് സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഇവരെ സുരക്ഷിതമായിട്ട് അറകളിൽ തന്നെ, സെല്ലുകളിൽ തന്നെ സൂക്ഷിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്.
ഇത്തരത്തിൽ ഈ ജയിലിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രതികളെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രത്യേക പരിഗണന നൽകേണ്ടതില്ലേ? ഇവരുടെ കൂടെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെയൊന്നും നിർത്താറില്ല അല്ലേ? അതെ, ശരിക്കും ആശുപത്രികളില് ഇപ്പൊ ഗവൺമെന്റ് ആശുപത്രി, മെഡിക്കൽ കോളേജ്, അവിടെയൊക്കെ സെല്ലുകളുണ്ട്. അതായത് ട്രീറ്റ്മെന്റും കൊടുക്കുന്നുണ്ട്, അതേസമയം അവർക്ക് പുറത്തിറങ്ങി പോകാൻ പറ്റില്ല. പോലീസ് കാവല് പുറത്തുമുണ്ടായി. അപ്പം എണ്ണത്തിൽ ഇപ്പം ഈ കുതിരവട്ട പോലുള്ള മാനസികാരോഗ്യ കേന്ദ്രങ്ങളില് അവിടെ എണ്ണത്തിൽ ഇവർ കുറച്ചേ കാണുകയുള്ളൂ. അപ്പോൾ ഒരു സുരക്ഷാ സംവിധാനം പോലീസിന്റെയോ അല്ല പോലീസിന്റെ തന്നെ അവിടെ സജ്ജീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അല്ലെങ്കിൽ അത് ആവശ്യമാണ്. കാരണം ആ ജയിലിൽ കിടക്കുന്നവരുടെ ആശുപത്രിയിൽ കിടക്കുന്നവരുടെ മാത്രമല്ലല്ലോ, പുറത്തുള്ള സാധാരണ ജനങ്ങളുടെയും പെൺകുട്ടികളുടെയും യുവതികളുടെയും അല്ലെങ്കിൽ സ്ത്രീകളുടെയും ഒക്കെ സുരക്ഷയ്ക്ക് അത് അത്യന്താപേക്ഷിതമാണ്. കാരണം ഇങ്ങനെ ഒരാളെ ചികിത്സയ്ക്കായിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ അയാൾ അവിടെ ചികിത്സയ്ക്കായി തന്നെ തുടരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട്. കാരണം ഭിത്തി തുരന്നും ഞാൻ പറഞ്ഞതുപോലെ തന്നെ 1872 ചെയ്ത ഭിത്തികളാണ് അല്ലെങ്കിൽ മതിലുകളാണ്. അതിന്റെ സുരക്ഷ എത്രമാത്രം ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അവിടെ നിന്ന് ചാടി രക്ഷപ്പെടാൻ വേണ്ടി മാത്രമായിരിക്കാം ചിലപ്പോൾ ഇവർ മാനസിക രോഗം അഭിനയിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അവിടുന്ന് ഡോക്ടറുടെ റെക്കമെൻഡേഷനോടുകൂടി ഈ ആശുപത്രിയിൽ എത്തിയിട്ടുള്ളത്. അതെല്ലാം സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം. യഥാർത്ഥത്തിൽ മാനസിക രോഗം ഉണ്ടോ എന്നുള്ളതും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ കെ എം ആന്റണി. ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ദൃശ്യവധക്കേസ് പ്രതി വിനീഷാണ് കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയത്. 4 ദിവസമായി ഇയാൾ ചാടിപ്പോയിട്ട് ഇതുവരെയും അന്വേഷണ സംഘത്തിന് ഇയാളിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാൾ എവിടേക്ക് പോയി എന്നുള്ള കാര്യത്തിലും സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. CCTV ദൃശ്യങ്ങളൊക്കെയും പരിശോധിച്ചിട്ടുണ്ട്. എന്നാൽ ഇയാളെ സംബന്ധിച്ചിട്ടുള്ള യാതൊരു വിവരവും അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും പോലീസ് ഇയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതി സംസ്ഥാനം വിട്ടിട്ടില്ല എന്നുള്ളൊരു നിഗമനവും പോലീസിനുണ്ട്. അത് ആ ഒരു രീതിയിൽ തന്നെയാണ് അന്വേഷണങ്ങളൊക്കെയും നടക്കുന്നത്. സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ തന്നെ മറ്റു ബന്ധുക്കളുടെയോ ഒന്നും അരികിലേക്ക് ഈ വിനീഷ് എത്തിയിട്ടില്ല എന്നാണ് പോലീസ് നൽകുന്നൊരു വിവരം. അതുപോലെ തന്നെ ഈ ദൃശ്യയുടെ അമ്മയും സഹോദരിയും ഒക്കെ ഇപ്പോഴും ഒരു ഭയത്തിൻ്റെ നിഴലിലാണ്, ഒരു ഭീതിയുടെ നിഴലിലാണ് ഇപ്പോഴും കഴിയുന്നത്. ഇയാൾ ആ കുടുംബത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജയിലിലേക്ക് പോകുന്നത്. ആ ഒരു ഭയം ഇവർക്കുണ്ട്. ഇതിനു മുൻപും സമാനമായി 2-3 തവണ ഈ പ്രതി ജയിൽ ചാടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രതിക്ക് നൽകേണ്ടിയിരുന്ന ഒരു സംരക്ഷണത്തിൽ അല്ലെങ്കിൽ ഒരു നിബന്ധനകൾക്കുള്ള വന്നിട്ടുള്ളൊരു അയവ്, അതാണ് ഈ ഒരു സമയത്ത് ചർച്ചയാകുന്നത്. എങ്ങനെ ഇയാൾ ഈ 2-3 വട്ടം ജയിലിൽ ചാടി ഇത്തരമൊരു പ്രതിക്ക് നൽകേണ്ടിയിരുന്ന സുരക്ഷ അല്ലെങ്കിൽ സംരക്ഷണം അതൊന്നും നൽകിയിരുന്നില്ലേ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം. കഴിഞ്ഞ ഈ ഡിസംബർ 10-ാം തീയതിയാണ് ഇയാളെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നത്. നേരത്തെ വിചാരണ കോടതിയുടെ വിധി പ്രകാരം ഇയാൾ വിചാരണ തടവിലായിരുന്നു കഴിഞ്ഞിരുന്നത്. അതിന് പിന്നാലെയാണ് ചില മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതിന് പിന്നാലെ ഇയാളെ കുതിരവട്ടത്തേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ അവിടെ നിന്നും ഇപ്പോൾ ചാടി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയാണ് വിനീഷ് ശുചിമുറിയുടെ ചുമര് തുരന്ന് രക്ഷപ്പെട്ടത്. ഇതിനു മുൻപും ഇത്തരത്തിൽ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ഇയാൾ നടത്തിയിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് വീണ്ടും ഇയാൾ ഇവിടെ നിന്നും കടന്നു കളയുമ്പോൾ ഇയാൾക്ക് വേണ്ടിയിരുന്ന സുരക്ഷ എന്തുകൊണ്ട് നൽകിയില്ല എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് ഇതിനു മുൻപും സമാനമായ രീതിയിൽ ജയിലിൽ ചാടിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇയാൾക്ക് ആ ഒരു രീതിയിലുള്ള സംരക്ഷണം അല്ലെങ്കിൽ സുരക്ഷ നൽകേണ്ടിയിരുന്നു. അവിടെയാണ് പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരനായി കഴിഞ്ഞിരിക്കുകയായിരുന്നു വിനീഷ്. ഇത്രയും നാളുകളായി മാനസിക പ്രശ്നങ്ങളെ തുടർന്നാണ് ഈ കുതിരവട്ടത്ത് ഡിസംബർ 10-ന് ഇയാളെ എത്തിക്കുന്നത്. എന്നാൽ അവിടെ നിന്നുമാണ് 4 ദിവസങ്ങൾക്ക് മുൻപ് ഇയാൾ കുതിരവട്ടത്ത് നിന്നും ചാടിപ്പോകുന്നത്. എന്നാൽ ഇതുവരെയും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇയാൾ എവിടെയുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ അല്ലെങ്കിൽ എങ്ങോട്ട് പോയി എന്നുള്ളൊരു കാര്യത്തിന് ഒരു തരത്തിലുള്ള സൂചനയും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. അവിടെയും അതൊന്നും ഫലം കണ്ടില്ല എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. വിനീഷിനെ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിരുന്നു. റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ പരിശോധന ഇപ്പോൾ കർശനമാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിനീഷിൻ്റെ സ്വദേശമായ പെരിന്തൽമണ്ണയിലോ അതുപോലെ തന്നെ ബന്ധുക്കളുടെ അടുത്തേക്കോ ഒന്നും പ്രതി എത്തിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇയാൾക്ക് പുറത്തു നിന്നും സഹായങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നൊരു കരുതലും പോലീസിന് ഉണ്ട്. ആ ഒരു രീതിയിൽ അന്വേഷണങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. ഇയാൾ സംസ്ഥാനം വിട്ടിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ആ രീതിയിൽ സംസ്ഥാനം ഒട്ടാകെ അന്വേഷണം പുരോഗമിക്കുന്നുമുണ്ട്. ഇതിനു മുൻപും സമാനമായ രീതിയിൽ ഈ പ്രതി ചാടിപ്പോയിട്ടുണ്ട്. എന്തായാലും ഇയാളെ കണ്ടെത്താനുള്ള അന്വേഷണങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വേണ്ട ജീവനക്കാരില്ല. ഈ 400ഓളം തടവുകാർ അവിടെ ഉണ്ടെങ്കിലും
അല്ലെങ്കിൽ ഈ 400ഓളം വരുന്ന രോഗികൾ അവിടെ ഉണ്ടെങ്കിലും ഇവരെയൊന്നും കാര്യമായ രീതിയിൽ തന്നെ നോക്കുന്നതിന് വേണ്ട ജീവനക്കാർ അവിടെ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ മനഃശാസ്ത്രജ്ഞയായ വാണി ദേവി PT കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി വാണി ദേവി, ഇയാൾ ഇതിന് രീതിയിൽ ജയിൽ ചാടി പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ രീതിക്ക് നോക്കുമ്പോൾ വേണ്ട ഒരു സംരക്ഷണം പോലീസ് നൽകിയിട്ടില്ല. എന്നാൽ പോലും ഇയാളുടെ ഒരു മാനസിക നില കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അവിടെ നിന്നും ഈ ജയിലിൽ നിന്നും മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതോടെയാണ് ഇയാളെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അതൊരു പക്ഷേ ഈ ജയിലിൽ ചാടാനായി ഈ പ്രതി കാണിച്ചിരുന്ന ഒരു അടവായി കരുതാൻ സാധിക്കുമോ? ഇത് ആദ്യമായിട്ടല്ലല്ലോ, ഇതിന് മുമ്പും ഇതുപോലൊരു ഹിസ്റ്ററി ഉള്ള ഒരാളാണ്. മാനസിക നിലയിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് കണ്ടതുകൊണ്ട് ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണ്. അടവുമായിരിക്കാം, അല്ലാതെയും ആയിരിക്കാം. എന്ത് തന്നെയായാലും സുരക്ഷ ഉറപ്പാക്കുക എന്ന് പറയുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണ്. അത് ഹോസ്പിറ്റലിലാണെങ്കിലും ജയിലിലാണെങ്കിലും ഒരു വ്യക്തിയുടെ എന്നുള്ളതാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടുന്നത്. പ്രത്യേകിച്ച് മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന അക്രമകാരിയായ ഒരു വ്യക്തിയുടെ സുരക്ഷ എന്ന് പറയുമ്പോൾ അദ്ദേഹം സ്വയം ഉപദ്രവിക്കാതിരിക്കാനും മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടും ഉള്ള ഉത്തരവാദിത്വം ഹോസ്പിറ്റലിലെയോ ജയിലിലെയോ എവിടെയാണെന്ന് വെച്ചാൽ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുണ്ട്. അതെ, ഈ ഒരു ഘട്ടത്തിൽ നോക്കുമ്പോൾ ഈ പ്രതിയെ പിടികൂടാനുള്ളൊരു ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ പ്രതിയുടെ ഒരു മാനസികാവസ്ഥ കൂടെ എങ്ങനെയായിരിക്കും? കാരണം ഇതിന് മുമ്പ് ഈ രക്ഷപ്പെട്ടു പോകണം എന്നുള്ളൊരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ ഈ ദൃശ്യയുടെ കുടുംബമാണെങ്കിൽ പോലും വലിയ രീതിയിലൊരു മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇയാൾ വരുമോ, ആക്രമിക്കുമോ എന്നുള്ളൊരു കാര്യമൊക്കെ. ഇത്തരത്തിൽ 2-3 വട്ടം ജയിൽ ചാടിയ ഒരു പ്രതിയിൽ നിന്നും അവർ ഈ രീതിയിൽ ഭയപ്പെടുന്നതിൽ അർത്ഥമുണ്ടല്ലോ. തീർച്ചയായിട്ടും. കാര്യം പുള്ളി പ്രതിയായതും വെറുതെ പ്രതിയായതല്ല, വെഞ്ചൻസ് വെച്ചുകൊണ്ടിരുന്ന വളരെ പ്ലാൻഡ് ആയിട്ട് നടത്തിയ ഒരു ക്രിമിനൽ ആക്ട് ആയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് അറസ്റ്റ് ചെയ്യപ്പെടുകയും ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ചികിത്സ വേണം എന്നുള്ളത് വാസ്തവം തന്നെ. പക്ഷെ എങ്ങനെ ചികിത്സയാണെങ്കിലും ശിക്ഷയാണെങ്കിലും ചുറ്റുമുള്ള വ്യക്തികൾക്ക് വീണ്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതെ നോക്കേണ്ടുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇയാളുടെ സ്വഭാവം നമ്മൾ ഇതുവരെ കാണുന്നതിനനുസരിച്ചിട്ടാണെങ്കിൽ വെഞ്ചൻസ് കൊണ്ട് നടക്കുന്ന ഒരാളാണ്. പക കൊണ്ട് നടന്ന് അതിന് പ്രതികാരം ചെയ്യുന്ന ഒരാളായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അവരുടെ പേടി എന്ന് പറയുന്നത് ഒട്ടും അസ്ഥാനത്തല്ല. അവർക്ക് സുരക്ഷിതമായി ഇവിടെ ജീവിക്കാനുള്ള അവസരം ഒരുക്കേണ്ടുന്നതും വളരെ അത്യാവശ്യമാണ്. ശരി, വളരെയധികം നന്ദി ശ്രീമതി വാണി ദേവി ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ദൃശ്യക്കൊലക്കേസ് പ്രതി വിനീഷാണ് ജയിൽ ചാടിയിട്ടുള്ളത്. ക്ഷമിക്കണം, ഈ കുതിരവട്ട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിയിട്ടുള്ളത്. ഇയാൾ ഇത്രയും നാൾ വിചാരണ തടവുകാരനായി കണ്ണൂർ ജയിലിലായിരുന്നു. അവിടെ നിന്നുമാണ് മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് കുതിരവട്ട മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചത്. അവിടെ നിന്നാണ് ചാടിപ്പോകുന്നത്. 4 ദിവസമായി ഇയാൾ ചാടിപ്പോയിട്ട് പോലീസിന് ഇപ്പോഴും ഒരു തുമ്പും ലഭിച്ചിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.